അയ്യോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ അടിച്ചേക്കുക. ഓക്കെ, കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ശേഷം അയക്കാവുന്നതാണ്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണാൻ ഞാനവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വീഡിയോൻ്റെ ചിഹ്നവും പിന്നെ സെർച്ചിൻ്റെ ചിഹ്നവും പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറും കാണാൻ പറ്റും. അപ്പം നമുക്ക് ആ പ്രൊഫൈൽ ഫോട്ടോയിലൊന്ന് പിടിച്ച് ഞെക്കാം. ഓക്കെ, നമ്മൾ ഞെക്കി കഴിയുമ്പം ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം മേളിൽ തന്നെ ആയിട്ട് അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് ലിറ്റിൽ ബോയ് വ്ളോഗ്സ് എൻ്റെ ചാനലിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആഷ് കളറിൽ താഴത്തേക്ക്. ആ ആരോയിലൊന്ന് പിടിച്ച് ഞെക്കുക. ഓക്കെ, ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഏതൊക്കെ അക്കൗണ്ട് ഉണ്ടോ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ തന്നെ ഒരു അക്കൗണ്ട്സിൻ്റെ ഓപ്പോസിറ്റ് അപ്പർ റൈറ്റിലായിട്ട് ഒരു പ്ലസിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അതിനകത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു നമ്മുടെ പാറ്റേൺ വരച്ചു കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ വരച്ചു കൊടുക്കുക. ഗൈസ്, നമ്മുടെ പാറ്റേൺ ഞാനവിടെ വരച്ചു കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ പാറ്റേൺ വരച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ നെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഇത് വരും, ടു മാനേജ് മൈ ബിസിനസ് ഓർ ഫോർ മൈ സെൽഫ്. അപ്പം നമ്മൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ക്യാരി ഓൺ ചെയ്യാനാണ് നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ടു മാനേജ് മൈ ബിസിനസ് അടിക്കുക. അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ഫോർ മൈ സെൽഫ് അടിക്കുക. ഞാനിവിടെ മൈ സെൽഫാണ് അടിക്കുന്നത്. ഓക്കെ, അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്നാണ്. അത് നമുക്ക് പിന്നീടാണെങ്കിലും മാറ്റാം, പക്ഷേ ഇപ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു പേരടിക്കാം. അപ്പം നമുക്ക് സിംപ്ലി എ അക്കൗണ്ട് എന്ന് നമുക്ക് അടിക്കാം. ഓക്കെ, അത് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജെൻഡറും നമ്മുടെ ജനിച്ച മാസം അതെല്ലാം ചോദിക്കും. അപ്പം നിങ്ങളാണെങ്കിൽ ഇപ്പം 18 വയസ്സിൻ്റെ മേളിലുള്ളവർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് ആണ്. അപ്പം നിങ്ങളനുസരിച്ച് നിങ്ങളുടെ ഇതൊക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ജെൻഡറും കൂടി അടിച്ചു കൊടുക്കുക. ഞാൻ മെയിലാണ്, അതുകൊണ്ട് ഞാൻ മെയിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ജിമെയിൽ അഡ്രസ്സ് വേണം. അപ്പോൾ അതിന് ഏതാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നമ്മളിവിടെ ക്രിയേറ്റ് എ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും. അപ്പം ഞാനിപ്പോൾ ഇവിടെ സിംപ്ലി അക്കൗണ്ട് @gmail.com എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത് അലൗഡഡ് അല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും അതിന് യോജിക്കുന്നത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മൾ നേരത്തെ ഞാനാണെങ്കിൽ ഈ ജിമെയിൽ അഡ്രസ്സ് കൊടുത്തായിരുന്നു. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം ആക്കാൻ താഴെയും കൂടി ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അത്
ഗൈസ് ഞാൻ പാസ്വേഡ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഇവരാണെങ്കിൽ ഇതിനകത്ത് കുറേ റീസെറ്റ് യുവർ പാസ്വേഡ് ഇഫ് യു ഫോർഗെറ്റ് ഇറ്റ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പോയിട്ട് എസ് ഐ ആം ഇൻ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ജിമെയിൽ അഡ്രസ്സ് ഓൺലൈൻ പോയി 877@gmail.com ആണ് കൊടുത്തത്. ഞാൻ സിമ്പിളി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് അടിക്കുമ്പോൾ നമ്മൾ കുറേ ടേംസ് ആൻഡ് പോളിസീസ് ഒക്കെ പറയും. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക നന്നായിട്ട്. അതിനുശേഷം ഐ എഗ്രി അടിക്കുക. ഓക്കെ, അപ്പം ചെക്കിങ് ഇൻഫോർമേഷൻസ് ആണ് ആദ്യം. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ കാണിക്കുക. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ടിലേക്കായിരിക്കും കയറുക. ഓക്കെ, നമ്മൾ ആ അക്കൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം മേളിലൊരു എസ്, നമ്മുടെ സിംപ്ലിയുടെ ആ എസ് ആണത്. സിംപ്ലി അക്കൗണ്ട് നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലിറ്റിൽ ബോയ് വ്ളോഗ്സിലേക്ക് ഞാൻ മാറുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ടിന് മാറണമെങ്കിൽ ഇങ്ങനെ മാറാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് ചാനൽ തുടങ്ങണമെങ്കിൽ അതിനകത്ത് തന്നെ പിടിച്ച് ഞെക്കിയിട്ട് ആ എസ് ചിഹ്നത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രൊഫൈലിലേക്കൊന്ന് പിടിച്ച് ഞെക്കുക. ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ യുവർ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നിങ്ങൾ ഒന്നും കൂടി പേര് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഒന്നും കൂടി ഉറപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ചാനൽ അടിക്കുക. ഓക്കെ, ചാനൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് വീഡിയോ ടാപ്പ് ടു റെക്കോർഡ് ബട്ടൺ. അപ്പം ഇവരെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ ആ സെറ്റിങ്സിൻ്റെ ഇതിലൊന്ന് ഞെക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പം ആ സിംപ്ലി അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അങ്ങനെ മാറ്റാം നമുക്ക്. 3 നെയിം ചേഞ്ചസ് അലൗഡ് എവരി 90 days. 3 പേരുകളെ 90 ദിവസത്തേക്ക് അലൗഡഡ് ആവുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 3 പേരുകൾ മാത്രമേ നമുക്ക് 90 ദിവസത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. നോക്കിയിരിക്കാം ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ പേര് മാറ്റാൻ പറ്റും. നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെയാണോ നിങ്ങൾ ഇടുന്നത്, ഇപ്പം ഞാൻ ഫണ്ണാണ് അവിടെ ഇടുന്നത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ടെക് വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെക്കി വീഡിയോസ് ഒന്ന് ഇടാം. ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറി ഐറ്റംസ് ആണ് ചെയ്യുന്നതെങ്കിൽ കുക്കറിന്ന് ഇടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇനി നോക്കിയിരിക്കാം. ഇനിയിപ്പോൾ ഇത് പ്രൈവസിയുടെ ഭാഗമായിട്ട് ഇവർ പറയണം, കീപ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ് എന്നാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻസ് പ്രൈവറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇതെല്ലാം പ്രൈവറ്റ് ആക്കി വെക്കാനാണ്. അപ്പോൾ അത് പ്രൈവറ്റായിട്ട് കിടക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ എങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരാം. അപ്പം നമ്മുടെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ആ വീഡിയോയുടെ ചിഹ്നം നിങ്ങൾക്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. എൻ്റെ കുറേ വീഡിയോസ് ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, എൻ്റെ കുറേ വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇടാവുന്നതാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആ വീഡിയോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്കിവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞെടുത്ത് നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ ഹൗ ടു മേക്ക് എ യൂട്യൂബ് അക്കൗണ്ട് ഓക്കെ, അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടിക്കണമെങ്കിൽ ഇവിടെ അടിക്കുക.
അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് എന്നടിക്കുകയാണ്. സബ്സ്ക്രൈബ് ഓക്കെ, ഇത് പബ്ലിക് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആരെങ്കിലും ലിങ്ക് ഈ അൺലിസ്റ്റഡ് എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ ലിങ്ക് വെച്ചിട്ട് അവർക്ക് എല്ലാവർക്കും കാണാം. പിന്നെ പബ്ലിക് എന്ന് വെച്ചാൽ എനിവൺ ക്യാൻ സെർച്ച് ഫോർ ആൻഡ് വ്യൂ. ഇത് ഇങ്ങനെ നമ്മളിപ്പം ഹൗ ടു മേക്ക് എ യൂട്യൂബ് അക്കൗണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് ഇത് അവർക്ക് കാണാൻ പറ്റും. പ്രൈവറ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് പ്രൈവറ്റിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് പബ്ലിക്കാണ് ആവശ്യം, നമ്മൾ പബ്ലിക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മേളിൽ റൈറ്റ് സൈഡിലായിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, അതിനകത്ത് ഞെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഇത് അപ്ലോഡിങ് ആണ്. പിന്നെ ഇത് അപ്ലോഡായി വരാൻ ഒരിച്ചിരി സമയം എടുക്കും. ഇപ്പോൾ ഇവിടെ സമയം കാണിക്കും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലോഡിങ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ല, അത് നമ്മൾ അറിയാണ്ടിട്ടൊരു വീഡിയോ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ വീഡിയോൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു 3 കുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പിടിച്ച് വയ്ക്കുക. ഡിലേറ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞ് വരും. ആ ഡിലേറ്റ് അപ്ലോഡ് ഞെക്കുക. ഡിലേറ്റ് അപ്ലോഡ് യെസ് അടിക്കുക. ക്യാൻസലിങ് അപ്ലോഡ് എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം അത് ക്യാൻസലായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മുടെ സബ്സ്ക്രിപ്ഷൻസും ഇതൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ പേര് YT സ്റ്റുഡിയോ എന്നാണ്. യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്പാണ്. ഇനിയിപ്പോൾ ഞാൻ ആ ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ YT സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. അപ്പോൾ YT സ്റ്റുഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ ആപ്പ് YT സ്റ്റുഡിയോ. അതിനൊന്ന് ഞെക്കുക. അപ്പോൾ ഞെക്കി കഴിയുമ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വാച്ച് ടൈം അത് 15 ഉണ്ട്, വ്യൂസ് 38 വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബർ ചേഞ്ച് 11, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ കമൻറ്റുകൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. പിന്നെ അനലിറ്റിക്സിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ റിയൽ ടൈം അങ്ങനെ പറഞ്ഞ ഒരു റിയൽ വ്യൂസ്, ലാസ്റ്റ് പബ്ലിഷ്ഡ് വീഡിയോ, വാച്ച് ടൈം മിനിറ്റ്സ്, വ്യൂസ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, സബ്സ്ക്രൈബേഴ്സ്, വാച്ച് ടൈം ഫോർ സബ്സ്ക്രൈബേഴ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ടോപ്പ് വീഡിയോസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം അത് ഉയർന്നിട്ടുണ്ട്, എവിടെ നിന്നാണ് അത് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എത്ര ദിവസം വെച്ചിട്ടാണെന്ന് നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്കിങ്ങനെ ഇത് ഏതൊരു യൂട്യൂബറിന് ആവശ്യമുള്ളൊരു ആപ്പാണിത് YT സ്റ്റുഡിയോ. അപ്പം പരമാവധി മിക്ക ഏത് യൂട്യൂബറാണെങ്കിലും ഈ ആപ്പ് അവരുടെ കയ്യിലുണ്ട്. നിങ്ങളത് നോക്കുക, അവരുടെ കയ്യിലുണ്ട്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇതിൻ്റെ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ മാറ്റാൻ പറ്റും, വേറൊരു പ്രൊഫൈലാക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പോയതിൻ്റെ താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മാനേജ് ഡാറ്റ പേഴ്സണൈസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ എസ് വലുതായിട്ട് വട്ടത്തിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ താഴെ എസ് എഴുതിയിട്ടുണ്ട്. ആ എസ്സിലൊന്ന് പിടിച്ച് ഞെക്കുക. ഞെക്കി കഴിയുമ്പം സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ടേക്ക് എ ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് എ ഫോട്ടോ. ഞാൻ ചൂസ് എ ഫോട്ടോ അടിക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ മെസ്സിയുടെ ഒരു ഫോട്ടോ ഇവിടെ എടുത്തു. ഓക്കെ, നമ്മളത് ക്രോപ്പ് ചെയ്യുക ജസ്റ്റ്. ഓക്കെ, എന്നിട്ട് അക്സെപ്റ്റ് അടിക്കുക. സെറ്റിംഗ് പ്രൊഫൈൽ ഫോട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബിലും അത് വന്ന് കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് നമ്മുടെ സിംപ്ലി അക്കൗണ്ട് അത് നമുക്ക് ഇവിടെയും മാറ്റാൻ പറ്റും.
നമ്മുടെ പാസ്വേഡ് അതെല്ലാം നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം, ഈ എല്ലാവരും യൂട്യൂബൊക്കെ തുടങ്ങുന്നത് പൈസയൊക്കെ കിട്ടാനാണ്. അപ്പം പൈസ കിട്ടണമെങ്കിൽ ആഡ്സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വേണം. പക്ഷെ ഇപ്പോഴത്തെ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്തോ വേറെ ഏതോ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് എനിക്കും അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. അതിനു മുമ്പേ നമുക്ക് ഇത് ചെയ്യാമായിരുന്നു. ഇനിയിപ്പം എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം എടുക്കുക. ഓക്കെ, ഗൂഗിൾ ക്രോം എടുത്ത് അത് ഞാൻ ആമസോണിൻ്റെ ഇതെടുത്ത് വെച്ചിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഹോമിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നിങ്ങൾ സെർച്ചിൽ നമ്മുടെ www.youtube.com/features എന്നടിച്ചു കൊടുക്കുക. ഓക്കെ, അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ നമ്മളെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വന്ന് കാണും. അപ്ലോഡിങ്, മോണിറ്റൈസേഷൻ, ലൈവ് സ്ട്രീമിങ് അങ്ങനെയൊക്കെ വന്ന് കാണാം. അപ്പം മോണിറ്റൈസേഷന് ആണ് നമ്മളെ ആഡ്സെൻസ് എന്ന് പറയുന്നൊരു സംഭവം. ആഡ്സെൻസും മോണിറ്റൈസേഷനും രണ്ടാണ്. പക്ഷേ ഇത് ആൾക്കാരിലേക്ക് എത്താൻ മോണിറ്റൈസേഷൻ ആവശ്യമുണ്ട്. അപ്പം മോണിറ്റൈസേഷൻ്റെ താഴെയായിട്ട് എനേബിൾ എന്ന് പറയുന്നൊരു ഇത് നിങ്ങൾക്ക് കാണാം. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂറ്റി സ്റ്റുഡിയോ അതാണ് ഞാൻ അടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് വരുന്നത്. പക്ഷേ ചിലവരുടെ ഫോണിൽ അങ്ങനെയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. വേറെന്തോ ഒരു രീതിയാണ്. അതിപ്പോൾ ചിലപ്പോൾ എൻ്റെ ഫോണിന് കുഴപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പം കറക്റ്റ് ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. മിക്ക ആൾക്കാർക്കും ഇത് ഉപകാരമാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക, ഇടുക. എനിക്കാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് അയച്ചു തരികയാണെങ്കിൽ ഞാനത് പരമാവധി ഷെയർ ചെയ്യാം, ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നന്നായിട്ട് വീഡിയോ ഒക്കെ ഇടുക. ബൈ ബൈ.